ബോംബെ ഇറക്കിയതാ. ഒടുക്കത്തെ പ്ലെയറാ. ഇതൊക്കെ ഗ്രൗണ്ടിൽ കണ്ടാ മതി. പേര് വാസു. എന്റെ ഫേവറേറ്റ് റെസ്ലർ പെദ്ദി സാർ. എന്റെ പേര് അരുൺ കുമാർ. എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി സാർ. എന്റെ ഫേവറേറ്റ് പ്ലെയർ പെദ്ദി. ഒരു കളി അവന് കളിക്കാറുണ്ടോ? ഒരു കളി. അയ്യോ അച്ഛാ, അവൻ എല്ലാ കളിക്കും വന്ന് നിക്കും. അവിടെ ഫുട്ബോൾ കളിക്കാൻ വന്ന് നിക്കും, ക്രിക്കറ്റ് കളിക്കാൻ വന്ന് നിക്കും എല്ലായിടത്തും. പെദ്ദി അത് ഈ നാട്ടിലേതെങ്കിലും ദൈവത്തിന്റെ പേരാ? പറയില്ല. പറ, ഒന്ന് വേഗം പറയണോ. സാറി ഇരിക്കുന്ന കല്ലിന്റെ പേര് വരെ പെദ്ദിന്നാ സാറേ. പെദ്ദി സിക്സ് അടിച്ചപ്പോഴേ പന്തി ഈ കല്ലിൽ വന്ന് കൊണ്ടോണ്ടിട്ട പേരാ. എന്നെക്കാളും വലിയ തോൽവിയായിരുന്നല്ലേ. ഈ ഗ്രൗണ്ടിൽ നിന്ന് അടിച്ച ഇവിടെ വന്ന് വീഴുന്നത് സ്വാഭാവികല്ലേ സാറേ? അവൻ അടിച്ചതേ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ അല്ല സാറേ. എന്നെന്തിനെ പൊക്കി പറയണേ? ആ ഗ്രൗണ്ട്, അതിന്റെ അടുത്ത ഗ്രൗണ്ട്, കൊള്ളാലോ കളി. അതിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട്, 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്തുനിന്ന് അവൻ അടിച്ച സാറേ. അവിശ്വസനീയം. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടുകാർക്ക് മാത്രമില്ല. ഞങ്ങളുടെ നാടിന്റെ പേര് ഒരു സർക്കാർ രേഖയിൽ ഇല്ല സാറേ. വണ്ടിയൊന്നും ചെല്ലാത്ത ഏത് പട്ടിക്കാട്ടിലാണോ തന്റെ വീട്? ദൈവമേ, ഇതൊക്കെ പരസ്യമായിട്ടും കാണിച്ചു തുടങ്ങി. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. മോളെ, ഏതോ തന്തയ്ക്ക് പെറുക്കാത്തവൻ ഇരുട്ടിട്ട് വന്ന് എന്നെ ഉമ്മ വെച്ചിട്ട് പോയടാ. ചേട്ടാ, അത്രക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഉമ്മ വെച്ചത് ആരും കണ്ടില്ലല്ലോ മോളെ. തൽക്കാലം ആരോടും പറയണ്ട. അച്ഛന്റെ രാഷ്ട്രീയ ഭാവിക്ക് അതാ നല്ലത്. എന്ത് സാധനോടന്ന് എടുത്തു വെച്ചാണത്? അല്ല മാധവേട്ടാ, സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. അവന്റെ ശ്വാസം എന്റെ മുഖത്തടിച്ചതാ. അവനിൽ നിന്നും ഇതേ മണം വന്നു. നിങ്ങളുടെ വയനാട്ടം നിങ്ങൾ എത്തുന്നതിന് മുൻപേ എത്തുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് വേണം ക്ലോസ് അപ്പ്. ഞാനാന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറ. ആള് മാറി അടിച്ചു. സോറി. നീ മാത്രം തൊട്ട അത് പകുതിയാവൂ. ഈ അച്ഛയമ്മ കൂടി തൊട്ടാലേ അത് പൂർണ്ണമാവൂ. അല്ല, ഞാനിതെങ്ങനെ പറയും? എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. വീട്ടിൽ പോക്കെ.